ഇതുപോലെ കവറിലാക്കി ചോട് പിടിച്ചതിന് ശേഷമാണ് ഞാൻ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടുന്നത്. അപ്പം തന്നെ ഹോളുള്ള ചെടിച്ചട്ടി ആയിരിക്കണം. പിന്നെ ഓട് പാകി വെച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സാക്കി കരികലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടേച്ചിട്ടാണ് ആദ്യം നടുന്നത് കേട്ടോ. റോസാ ചെടി പരിപാലനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് നല്ല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. കുറച്ചധികം പേർക്ക് ഒത്തിരി സംശയങ്ങളും ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിനെ ബാക്കിയായിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്തുകൊണ്ടാണ്. റോസാ ചെടി 2 വർഷത്തിലൊരിക്കൽ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി നടണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പം അങ്ങനെ നടുന്ന സമയത്ത് വളക്കൂട്ടിനൊപ്പം നമുക്ക് കോഴിവളമോ അല്ലെങ്കിൽ ആട്ടുംകാട്ടോ ഇടാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ പൊതുവേ ചൂടായതുകൊണ്ട് തന്നെ കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെള്ളം വേനൽക്കാലത്തൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ആട്ടുംകാട്ടോ ഇടുന്നെങ്കിൽ അതൊന്ന് ചതച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കണം. ഇരുന്നാലേ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടത്തുള്ളേ. വർഷത്തിൽ 2 പ്രാവശ്യം ഹാർഡ് പ്രൂണിങ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒക്ടോബർ മെയ് മാസത്തിലാണ് എപ്പോഴും ബെസ്റ്റ് തന്നെ. എങ്ങനെയാണെങ്കിലും പിന്നെ ചിങ്ങമാസത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നനയാതെ ഷെയ്ഡിൽ എവിടെയെങ്കിലും വെക്കണം കേട്ടോ. കാരണം ജീവൻ വെച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മഴ നനയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവേ. നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടിയുണ്ടല്ലോ പെട്ടെന്ന് നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ മാക്സിമം മഴ കൊള്ളിക്കാതെ വെക്കണം. കാരണം അവർ നനയാത്ത രീതിയിലല്ലേ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരുമഴ നനയ്ക്കാതെ ഷെയ്ഡിലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേനും ബഡ് റോസയ്ക്ക് ഒരു കുഴപ്പം വരികയില്ല കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു സംശയം കേട്ടോ, ഈ ഇല പഴുക്കൽ, ഇല ചീച്ചിൽ, അങ്ങനെ പുഴുശല്യമൊക്കെ വരുമല്ലോ, ഇങ്ങനെയുള്ളതിന് എന്ത് കീടനാശിനി ഞങ്ങൾ ഉപയോഗിക്കുന്നത്? അതുപോലെ ഈ പ്രാണിശല്യം നമ്മൾ കാണുന്ന പോലെയല്ല, ചിലപ്പോൾ അത് പുഴുശല്യമാണെന്ന് നമ്മൾ വിചാരിക്കും കേട്ടോ. അത് വെറുതെയാണ്. ഇപ്പോൾ കണ്ടോ ആ തണ്ട കാണിച്ചതാ, അത് നമുക്ക് ശരിക്കും പ്രാണിയുടെ ഒരു ശല്യം വരുന്നതാണ്. പ്രാണി വന്നേച്ചിട്ട് നീരൂറ്റി കുടിച്ച് കഴിയുമ്പോൾ ഒരവസ്ഥയാണ് ആ കാണുന്നത് കേട്ടോ. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഇതുപോലത്തെ സംഭവം സ്പ്രേ ചെയ്ത് കൊടുത്താൽ, സാഫൊക്കെ ആണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ പുഴുശല്യോ ഇല്ലെങ്കിൽ പ്രാണിശല്യം ഒക്കെ കൂടുതലാണ്, ആഴ്ചയിൽ ഒരു 3 നിർത്ത് ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ 15 ദിവസം കൂടുമ്പം ഒരു പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മതിയേ. പിന്നെ ഇതൊന്നും നടക്കുകയില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ സാഫിനെ എടുത്ത് പ്രയോഗിച്ചാൽ മതി കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് സാധനം. അതായത് ഒരു 1/4 ടീസ്പൂൺ പൊടി എടുത്ത് വെച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ ലിക്വിഡ് ആക്കി വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ല ചോട്ടിലൊഴിച്ച് കൊടുക്കുകയോ ചെയ്താൽ ഏത് റോസച്ചെടി വാടി നിൽക്കുന്നവരെയും തിരിച്ച് കിട്ടാൻ നല്ലതാട്ടോ. ഈ വേപ്പെണ്ണ കഷായം ബാർ സോപ്പ് കലക്കിയോ അല്ലെങ്കിൽ ഷാമ്പുവോ ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ വേപ്പെണ്ണ ഒരടപ്പ് ഒഴിച്ച് വെച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കൂടുതലും നല്ലത് മഴയില്ലാത്ത സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും. കാരണം പ്രാണിശല്യമൊക്കെ കൂടുതലുള്ള ടൈം അതാണല്ലോ. ഈ DAP ആട്ടോ മാസത്തിലൊന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ച് തരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറഞ്ഞു പോടാൻ നല്ലതാട്ടോ. പുക് വരുമ്പോൾ കുരുടിപ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? അതൊരു പ്രാണിശല്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ പുഴുശല്യം അങ്ങനെയൊന്നുമല്ല. അതിനൊക്കെ ഈ വേപ്പെണ്ണ ബെസ്റ്റാട്ടോ. ജൈവവളം ഞാൻ പല രീതിയിലുള്ള ചേർക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചേർത്ത ബീറ്റ്റൂട്ട് ജ്യൂസ് ആയിരുന്നു. അതായത് തൊലി അരച്ചേച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും.